നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കർണാടകയുടെ CET എൻട്രൻസ് എക്സാംസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങാനിരിക്കുകയാണല്ലോ. നിരവധി കുട്ടികളാണ് +2 മാർക്കുകൾ CETയുടെ റാങ്ക് വന്നു കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കാതെ വന്നിരിക്കുന്നത്. അപ്പോൾ നിരവധി കുട്ടികളുടെ ഒരു കൺസേൺ ഇതായിരുന്നു. അതായത് CBSE ICSE സ്റ്റുഡൻസിനൊക്കെ മിക്കവാറും തന്നെ അവർക്ക് +2 മാർക്കുകൾ എൻട്രി ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷെ കേരള സിലബസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് അപ്ലോഡിംഗ് ഫെസിലിറ്റീസ് അവർ ഡിസേബിൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം KU-ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, +2 മാർക്കുകൾ നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം +2 എലിജിബിലിറ്റി, അതായത് പാസ്സായോ ഇല്ലയോ എന്നുള്ളതാണ് അവർ മെയിൻ ആയിട്ട് ഇവർ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ +2 എലിജിബിലിറ്റി മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന പോലെ +2 മാർക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അത് മാത്രമല്ല KCETയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റാങ്ക് ലിസ്റ്റുകൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വർഷം KCET അലോട്ട്മെന്റ് വഴി നിരവധി കുട്ടികളാണ് അഡ്മിഷൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം KCET അലോട്ട്മെന്റ് വഴി പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഡൊണേഷൻസ് ഇല്ലാതെ തന്നെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങളാണ് KCETയുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ അടുത്ത ഘട്ടമെന്ന നിലയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്നത് പോലെ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ കോളേജുകൾ ലിസ്റ്റ് ഓപ്ഷൻസ് വെക്കുക. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പല കുട്ടികൾക്കും ഒരുപക്ഷെങ്കിൽ അബദ്ധത്തിലൊക്കെ പല കോളേജുകൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നല്ല മാർക്കുള്ള കുട്ടികൾ, നല്ല റാങ്ക് ഉള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻസ് കറക്റ്റ് ആയിട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് അഡ്മിഷൻസ് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല റാങ്ക് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കോളേജുകളിൽ അഡ്മിഷൻസ് നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ KCET അലോട്ട്മെന്റ് ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നിരവധി കുട്ടികൾ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഥവാ ഇനി നിങ്ങൾക്ക് KCETയിലെ അലോട്ട്മെന്റ് ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഞങ്ങൾ അതിന്റെ പ്രോസസ്സുകൾ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഥവാ നിങ്ങൾക്ക് അക്കാഡമിക് സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും KCET അലോട്ട്മെന്റ് വഴി നിങ്ങൾ കോളേജുകളിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മികച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ KCET എൻട്രൻസ് എക്സാം എഴുതാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിരവധി കോളേജുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റ് വഴിയാണെങ്കിലും അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ചെറിയ ഫീസിലാണെന്നുണ്ടെങ്കിലും നിരവധി കോളേജുകൾ ഓപ്പൺ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ പല പേരൻസും പറയുന്ന അനുസരിച്ച് ഏജൻസിമാരൊക്കെ പറയുന്ന ഇത് വെച്ചിട്ട് എല്ലാ കോളേജുകളും സീറ്റ് തീർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര ഉയർന്ന ഫീസാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഏത് രീതിയിലുള്ള ഫീസിലുള്ള കോളേജുകളും ഈ പറയുന്ന പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ച് നല്ലൊരു കോളേജുകളിൽ അഡ്മിഷൻസ് നേടുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നഴ്സിംഗ് ഡയറീസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻസ് നേടുവാണെന്നുണ്ടെങ്കിൽ, അതായത് KCET ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ്, ഫീസ് ചെലവുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുള്ള ഗൈഡ് ലൈൻസ് ഗ്രൂപ്പ് നമ്മളിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുവാനായിട്ട്, കാരണം BS നഴ്സിംഗ് ആയിക്കോട്ടെ, ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന നിരവധി കോളേജുകൾ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഒത്തിരിയും തട്ടിക്കൂട്ട് കോളേജുകളും ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റുകളിലും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്നുകൊണ്ട് മനസ്സിലാക്കുക. ചില യൂണിവേഴ്സിറ്റികളൊക്കെ യാതൊരു ഫെസിലിറ്റീസോ അംഗീകാരമോ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന പലയിടത്തും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ക്യാമ്പസും മറ്റുള്ള ചുറ്റുപാടുകളും മാത്രമാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോളേജിൽ അഡ്മിഷൻസ് നേടാൻ പോകുമ്പോൾ നിങ്ങൾ കോളേജിൽ അഫിലിയേഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അക്കാഡമിക്സ്, ക്ലിനിക്കൽ പ്രാക്ടീസ് വ്യക്തമായിട്ട് കിട്ടുന്ന കോളേജുകളാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി അനുസരിച്ച് ഏറ്റവും മികച്ച കോളേജുകളിൽ ചെറിയ ഫീസിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ, ഒരു പക്ഷേങ്കിൽ ബോർഡർ ലൈനിലുള്ള കുട്ടികൾ, തീർച്ചയായിട്ടും നിങ്ങളൊരു പ്ലാൻ ബി ആയിട്ട് ഏതെങ്കിലും ഒരു കോളേജും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. കർണാടക, തമിഴ്നാട് തുടങ്ങിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന പോലെ പ്രീ ബുക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കേരളം വെയിറ്റ് ചെയ്തിട്ട് അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു 85-നും 90-ക്കും ഇടയിൽ ഇൻഡെക്സ് മാർക്കുകൾ ഉള്ള, അത്തരം പെർസെന്റേജ് ഇൻഡെക്സ് മാർക്കുകൾ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്ലാൻ ബിയും കൂടെ തയ്യാറാക്കി വെക്കുക. അങ്ങനെ ചെറിയ ഫീസിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും കൂടെ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പൊ അഥവാ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഈ പേയ്മെന്റ് റീഫണ്ട് ചെയ്യുന്ന അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള കോളേജുകളും നിലവിലത്തെ സാഹചര്യത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അവസരവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.